നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ പൂജയ്ക്കുള്ള ക്ഷണം കോൺഗ്രസ് സ്വീകരിക്കുമോ? കോൺഗ്രസിന് ഇതിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ ആ പാർട്ടി വെട്ടിലായിരിക്കുകയാണ്. അതേസമയം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ശശി തരൂർ എം പി ചൂണ്ടിക്കാട്ടിയതുപോലെ ക്ഷണം വ്യക്തികൾക്കാണ്, പാർട്ടിക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവുമോ? ആരെയാണ് കോൺഗ്രസ് ഭയക്കുന്നത്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താക്കൾ തയ്യാറല്ല. പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടാകുമെന്നാണ് മീഡിയ ചുമതല വഹിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞങ്ങളെ അറിയിച്ചത്. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ? LDF പ്രതിനിധിയും NCP നേതാവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ ശ്രീമതി നുസ്രത് ജഹാൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി, BJP വക്താവ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, രാമക്ഷേത്ര നിർമ്മാണത്തിന് ആധാരമായ വഴിത്തിരിവുകളെല്ലാം ഉണ്ടായത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ്. പിന്നെന്തേ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസ്സിന് സാധിക്കാത്തത്? ഇന്ത്യ സഖ്യത്തിലെ സമാജ്വാദി പാർട്ടിയും ശിവസേനയുമെല്ലാം ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ഇത്രയേറെ കൂലങ്കഷമായി ചിന്തിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത് എന്താവും? ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. ശ്രീ അനിൽ നമ്പ്യാർ, ഈ വിഷയത്തിൽ കോൺഗ്രസ് വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ്. പഴയ കോൺഗ്രസ് അല്ല പുതിയ കോൺഗ്രസ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ നാളുവഴികൾ പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലത്തെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സാഹചര്യം അടുത്തു വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പല ഘട്ടങ്ങളിലെയും ഇതിൻ്റെ നേരാവകാശികൾ ഞങ്ങളാണ് എന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പിലൊക്കെ പല സ്ഥലത്തും പ്രസംഗിച്ചതായി കണ്ടിരുന്നു. അപ്പോൾ ഒരു വശത്ത് ഇതിൻ്റെ നേരാവകാശികളും ഇതിൻ്റെ പിതൃത്വവും ഏറ്റെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്ന് ജനുവരി 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഒരു മഹത്തായ ചടങ്ങ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ക്ഷേത്ര നിർമ്മാണ സമിതി ഒരു രാഷ്ട്രത്തിൻ്റെ അസ്മിത, രാഷ്ട്രത്തിൻ്റെ അഭിമാനം എന്ന രീതിയിലുള്ള ഒരു വലിയ അഭിമാന മുഹൂർത്തത്തിൽ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ, സാമുദായിക നേതാക്കന്മാർ, പ്രമുഖരായ വ്യക്തികൾ, സിനിമാ നടന്മാർ, അത്തരത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിൽ അല്ലെങ്കിൽ ദേശീയതയിലും ഒക്കെ അഭിമാനം കൊള്ളുന്ന മുഴുവൻ ആൾക്കാരെയും ക്ഷണിച്ച്, CPM-ൻ്റെ ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷണിച്ചത് ചില CPM ഔപചാരികമായി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ പങ്കെടുക്കില്ല. അതൊരു നിലപാടാണ്. BJP-യുടെ അതുപോലത്തെ പ്രധാനമന്ത്രിയിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റു പലരും പങ്കെടുക്കുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ചുള്ള ഇന്ത്യ സഖ്യത്തിലെ പല ആൾക്കാരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന് എന്തുകൊണ്ട് ഒരു നിലപാട് പറയാൻ കഴിയാത്തത്? ഒന്നുമില്ല, ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് ആരാണ്? കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗും അല്ലെങ്കിൽ പാണക്കാട്ടും എന്നുള്ള നിയന്ത്രണമാണോ ഇവർ ഭയപ്പെടുന്നത്? ഇപ്പൊ നമുക്കറിയാം, രാഷ്ട്രീയമായി നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു 10 MP കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ മുസ്ലിം ലീഗ് അവരുടെ അലയാണ്, സഖ്യകക്ഷിയാണ്. അപ്പൊ മുസ്ലിം ലീഗിനെ പിണക്കാതിരിക്കാൻ വേണ്ടിയാണോ? കേരളത്തിൽ 10 സീറ്റ് കിട്ടാൻ വേണ്ടി, മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയാണോ ഈ ഒരു പരിപാടിയിലേക്ക് വരണോ അല്ലെങ്കിൽ വരണ്ടയോ, അല്ലെങ്കിൽ എന്താണ് ഒരു നിലപാട് പറയാൻ കഴിയാത്തത്? അപ്പൊ കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്ന നിലപാടുകൾ, ആ നിലപാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോൺഗ്രസ് ഇന്ന് ആരെയോ ഭയക്കുന്ന, ആരെയാണ് കോൺഗ്രസ് ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് നട്ടലുള്ള ഒരു നിലപാട് എടുക്കാൻ കഴിയാത്തത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളമാണ് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന്. ആ കേരളത്തിൽ മുസ്ലിം ലീഗ് ഘടകകക്ഷിയാണ്.
ആ ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ് ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പല സന്ദർഭം. കാരണം രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ വയനാട് വരണമല്ലോ. വയനാട് സീറ്റിൽ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലാതെ ജയിക്കാൻ കഴിയില്ല. അപ്പൊ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിന്റെ ചിഹ്നം പേറിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി സുപ്രീം കോടതി ഒരു അമിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ പ്രഖ്യാപിച്ച് രാമക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്ത് അതിന്റെ പ്രാണപ്രതിഷ്ഠ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കണം, അതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്നു. അതേപോലെ തന്നെ പള്ളി ഉണ്ടാക്കണം, ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അത് മറ്റൊരു പള്ളി മറ്റൊരു സ്ഥലത്ത് നിർമ്മിക്കണം, അതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു. അത്തരത്തിൽ കൃത്യമായി ഇതിനൊരു നല്ല സൊല്യൂഷൻ ഈ രാജ്യത്തൊരു രക്തം പോലും ചിന്താതെ വളരെ ശാന്തമായ സുപ്രീം കോടതിയുടെ വിധി ശിരസ വഹിച്ചുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങളുടെ മുന്നോട്ട് പോവുകയും ആ നടപടിക്രമത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ. അതിന്റെ അഭിമാന മുഹൂർത്തമാണ് ജനുവരി 22-ാം തീയതി നടക്കാൻ പോകുന്നത്. അതേസമയം തന്നെ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത്, BJP ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു നിലപാടെടുക്കാൻ കഴിയാത്തത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം വെച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പാരമ്പര്യമുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പിതൃത്വത്തെ അവകാശപ്പെടാൻ വേണ്ടി നിങ്ങൾ നിരവധി തവണ പരിശ്രമിച്ചിട്ടാണ്. അത്തരത്തിൽ ഇതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് വന്ന് രാഷ്ട്രത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് 140 കോടി ജനതയുടെയും അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി 22-ാം തീയതി എല്ലാവരുടെയും സ്വപ്ന സാഫല്യം എന്ന രീതിയിലുള്ള രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് അസ്മിതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടിമത്തത്തിന്റെ നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിന്റെ പാപഭാരം പേറിയിരുന്ന രാഷ്ട്രത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ പ്രതിഷ്ഠാദിന ചടങ്ങ് നടക്കുമ്പോൾ അതിലേക്ക് വരാൻ എന്തേ കോൺഗ്രസ് മടിക്കുന്നത്? നിങ്ങൾ മറുപടി പറയണം. കേരളത്തിലെ കോൺഗ്രസ്സുകാരും അതിന് മറുപടി പറയേണ്ടതാണ്, രാജ്യത്തെ കോൺഗ്രസ്സുകാരും മറുപടി പറയണം. അപ്പൊ കോൺഗ്രസ് വല്ലാത്ത ഒരു അവസ്ഥയിൽ ധർമ്മസങ്കടത്തിൽ പെട്ടു നിൽക്കുന്നു. ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങളൊരു നിലപാട് പറയണം. ഒന്നുകിൽ വരും എന്ന് പറയണം, അല്ലെങ്കിൽ വരില്ല എന്ന് പറയണം. എന്താ നിങ്ങൾക്ക് ഇത്ര ആശയക്കുഴപ്പം? എന്താ നിങ്ങൾക്ക് ഇത്ര ആശങ്കയുള്ളത്? ഈ പരിപാടിയിൽ പങ്കെടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് രാഷ്ട്രത്തിന് സുപ്രീം കോടതി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. സുപ്രീം കോടതിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ആ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ പരിസമാപ്തിയിലേക്ക് പോകുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ വിധിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? സുപ്രീം കോടതിയുടെ വിധിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുന്നു. ആ ക്ഷേത്ര നിർമ്മാണം നടത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചടങ്ങല്ല. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി സുപ്രീം കോടതി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറയുന്നു. ആ ട്രസ്റ്റ് ആണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ആ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ പരിപാടിയിലേക്ക് വരാൻ എന്താ നിങ്ങൾ മടിക്കുന്നത്? എവിടെയാണ് നിങ്ങൾക്ക് ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? അങ്ങനെ ഭയക്കുന്ന ഒരു കോൺഗ്രസ് ആണ് ഇന്ന് രാജ്യത്തുള്ളത്. അതുകൊണ്ട് 4-10 വോട്ട് കിട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ അങ്ങനെ നിങ്ങൾ പറയണം, ഞങ്ങൾ വരില്ല എന്ന് പറയണം. അതെ, അല്ലെങ്കിൽ പക്ഷെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. ശശി തരൂരിന്റെ അഭിപ്രായം എന്താ? വ്യക്തിപരമായി പല കോൺഗ്രസ്സുകാരോടും ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ അതിനൊപ്പമാണ്. പക്ഷെ കോൺഗ്രസ് എന്തുകൊണ്ടൊരു നിലപാട് പറയുന്നില്ല? കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ കോൺഗ്രസിനുണ്ട്. ഖാർഗെ വ്യക്തമാക്കേണ്ടതുണ്ട്, രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടത്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കാരും ഈ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. യെസ്, ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസിൻ്റെ വക്താക്കളാണ്. പക്ഷേ കോൺഗ്രസ് ഔദ്യോഗികമായിട്ടൊരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് ഇന്ന് വക്താക്കൾ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർക്ക് പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ, അതുപോലെ MP-മാരായ നമ്മുടെ K. മുരളീധരൻ, ശശി തരൂർ, ഇവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ശശി തരൂർ പറഞ്ഞത് ഇത് വ്യക്തികൾക്കുള്ള ഇൻവിറ്റേഷനാണ്, ക്ഷണമാണ്, അവർക്ക് അതിനനുസരിച്ച് പോകാം എന്നുള്ളതാണ്, പാർട്ടിക്കുള്ള ക്ഷണമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. K. മുരളീധരൻ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്നാണ്. പക്ഷേ അത് തിരുത്തി K. സുധാകരൻ പറഞ്ഞത് AICC ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിപ്രായം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഇങ്ങനെയൊരു ഗതികേടിൽ എത്തിയത്? നമ്മുടെ KC വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയാതെ ഓടി ഒളിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു ഗതികേട് എന്തുകൊണ്ടാണ് കോൺഗ്രസിനുണ്ടായത്? ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ
അത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൊരു ക്ഷണം ഉണ്ടാവേണ്ടതില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ ഒക്കെ നാട്ടിൽ പുതുതായി ക്ഷേത്രങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സ്വയംഭൂവായിട്ടുള്ള ചില പ്രദേശങ്ങളിൽ ക്ഷേത്ര നിർമ്മിതിയുണ്ട്. ചില കുളങ്ങളിൽ വെച്ച് ചില പഴയ വിഗ്രഹങ്ങൾ വീണ്ടെടുക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതൊക്കെ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഒരു കമ്മിറ്റികളോ അല്ലെങ്കിൽ സമിതികളോ രൂപം കൊടുത്തിട്ടുള്ള ആളുകളാണ് അത് ക്ഷേത്ര നിർമ്മാണം. ആ ഒരു ക്ഷേത്ര നിർമ്മാണത്തിലും പ്രാദേശിക തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി ഒരു പൊതു സഭയുണ്ടാക്കി ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. ആ വിധിയിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിർമ്മാണവും അതനുസരിച്ച് നടന്നിട്ടുണ്ട്. തുടക്കം പിന്നെ അതിൻ്റെ ഔപചാരികമായി പ്രതിഷ്ഠാ ധർമ്മം നിർവഹിക്കപ്പെടുന്നത് ജനുവരി 22-നാണ്. എന്തിനാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരം പറയാനില്ല. അതിലെന്തോ ഒരു ഹിഡനായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട് എന്ന് സംശയിക്കാൻ മാത്രമേ ഞാൻ തയ്യാറാകുന്നുള്ളൂ. അവിടെ വരാൻ ആളുകൾക്ക് വരാമല്ലോ, ഇഷ്ടംപോലെ ആളുകൾക്ക് വരാം. ക്ഷണിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്ഷണിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനം കുറച്ചു പേർ പങ്കെടുക്കണം, കുറച്ചു പേർ പങ്കെടുക്കാതിരിക്കാനുള്ള അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ല ക്ഷണിക്കുന്നത്. ആ രാമക്ഷേത്ര ട്രസ്റ്റാണ് ക്ഷണിക്കുന്നത്. ഇപ്പോൾ സീതാറാം യെച്ചൂരി പേരിൽ സീതയും രാമനും ഉള്ള സീതാറാം യെച്ചൂരി പറഞ്ഞത് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴക്കുന്നതിൽ അതിൽ നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മറുപടിയല്ല യെച്ചൂരിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. നമ്മൾ ഭൗതികവാദികളാണ്, അതുകൊണ്ട് നമുക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു, അങ്ങനെയാണ് കരുതിയത്. പക്ഷേ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കുന്നു, അങ്ങനെ ഒരു ദുർബലമായിട്ടുള്ളൊരു വാദം അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ പിന്മാറിയത്. പക്ഷേ എങ്കിലും നേരത്തെ ഉണ്ണികൃഷ്ണ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് നിലപാടാണ്. ആ നിലപാട് അവർ കൈക്കൊണ്ടു. അവർക്ക് അതിൽ ഈ കൂലങ്കഷമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പോളിറ്റ് ബ്യൂറോ കൂടി അവരെ അഭിപ്രായം പറയുകയും ചെയ്തു. നല്ല കാര്യം. ഇത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഇൻവിറ്റേഷനാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു, അതായത് ഇത്തരം ചടങ്ങുകളിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നോക്കൂ, ഇവിടെ ഇഫ്താർ വിരുന്നുകൾ ഇപ്പോൾ സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. ഇഫ്താർ വിരുന്നുകളിൽ എല്ലാവരെയും ക്ഷണിക്കാറുണ്ട്, എല്ലാവരും പോകാറുണ്ടല്ലോ. ഇപ്പോൾ നാട്ടിലെ ഈ മുസ്ലിം പള്ളികളുടെ ഉദ്ഘാടനത്തിന് ബന്ധപ്പെട്ട ആളുകളൊക്കെ ക്ഷണിച്ചാൽ പോകാറുണ്ടല്ലോ. അതൊന്നും ഒരു പുതിയൊരു കാര്യമൊന്നും അല്ലല്ലോ. പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ ആ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ആ കർമ്മത്തിൽ അതിൽ പങ്കെടുക്കുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള ചില നിലപാടുകളുമായിട്ട് വരുന്നതിനെയാണ് സംശയിക്കുന്നത്. അതിൽ ഇങ്ങനെയൊരു ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിൽ നമ്പ്യാർ നമുക്കറിയാവുന്നൊരു കുറേയധികം കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ടല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വോട്ട് കിട്ടുമോ നഷ്ടപ്പെടുമോ എന്നതിനെക്കുറിച്ചുള്ള വേവലാതിയോ ആകുലതയോ ആണ് അവരെ നയിക്കുന്നത്, നിലപാടുകളല്ല. ആ നിലപാടുകളാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം. നിലപാടുകൾ എന്താണ്? ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടി, സീതാറാം യെച്ചൂരി പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല, താങ്കൾ പറഞ്ഞത് കേട്ടത്, മതത്തെയും അല്ലെങ്കിൽ ജാതിയെയും ഒക്കെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. കാരണം അതിനകത്ത് ഭൗതികവാദത്തിൻ്റെ അവർ ദൈവവിശ്വാസികളും എത്തിസ്റ്റുകളും അല്ലാത്തവരും എല്ലാം നിൽക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ്സിന് മതത്തെ കൂട്ടിക്കലർത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു നന്നായിരുന്നു. പക്ഷെ അവരത് പറയുന്നില്ല. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP രാഷ്ട്രീയ പാർട്ടിയെ പോലെ
അവർക്ക് മതത്തെയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കണം. ആ BJP കളിക്കുന്ന രാഷ്ട്രീയത്തോട് തുല്യമായ അതേ നാണയത്തിൽ തന്നെ കളിച്ച് വിജയിച്ചു വരണം എന്ന മൗഢ്യമാണ് കോൺഗ്രസിനെ ഇന്ന് നയിക്കുന്നത്. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഒരു യഥാർത്ഥ ഈ രണ്ട് പാർട്ടികളെ എടുത്താൽ, ഈ രണ്ട് പാർട്ടികളെ BJPയെയും കോൺഗ്രസിനെയും എടുത്താൽ, മതത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ള പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഒരു വായനയും ശാലഭവും ഇല്ലാത്ത ആളുകൾക്ക് പറയാൻ കഴിയുന്നത് അത് BJPക്കാണ് എന്ന് പറയും എല്ലാവരും. കാരണം അവരാണ് തുടർച്ചയായി കാലാകാലമായി ഈ കാര്യത്തിൽ ഒരു മതപരത്തിൻ്റെ ചിന്തകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പാർട്ടി. അങ്ങനെ അവർക്ക് വോട്ട് കിട്ടുന്നത് കണ്ട് ഞങ്ങളും ഇപ്രാവശ്യം ഇങ്ങനെയൊന്ന് നോക്കിയാലോ, ഈ പ്രാവശ്യം എന്നല്ല ഞങ്ങളും ഈ വഴി നോക്കിയാലോ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അതൊരു മൗഢ്യമായ വിചാരമാണ്, അതൊരു വിഡ്ഢിത്ത ചിന്തയാണ്. അവർക്കഴിയില്ല. യഥാർത്ഥത്തിൽ മതത്തോട് ആഭിമുഖ്യമുള്ള ആളുകളുടെ വോട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ വോട്ട് യഥാർത്ഥത്തിൽ അത് BJPക്ക് മാത്രമേ പോവുകയുള്ളൂ. മറിച്ച് കോൺഗ്രസിനെ നയിക്കേണ്ടിയിരുന്നത് മതനിരപേക്ഷതയാണ്. ഞങ്ങൾക്ക് ഈ മതത്തിൻ്റെ കാര്യത്തിൽ വ്യക്തിഗതമായ ചിന്തയാണ് പ്രശ്നം, അത് വ്യക്തികൾക്ക് വിടുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം ഇന്നത്തെ കോൺഗ്രസിനില്ല. അതില്ലാത്തതിൻ്റെ ദോഷമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അവർക്ക് പതുക്കെ ഒന്ന് ഒഴിച്ചു നോക്കിയതാണ്, പതുക്കെ ഒന്ന് വഴിമാറി നോക്കിയതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ പൂട്ടിയിട്ട ആ ക്ഷേത്രം രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുറന്നുകൊടുത്ത്, ആരാധനയ്ക്ക് തുറന്നുകൊടുത്ത് നടപടികളിലേക്ക് നീങ്ങിയപ്പോൾ അതിലൂടെ ഈ വികാരവുമുള്ള ആളുകളെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിച്ച ഒരു മൗഢ്യത്തെയാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പൊതുസമൂഹത്തിന് വളരെ നന്നായി അറിയാവുന്നത് കൊണ്ട് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ മതേതരത്വം കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്ന് പറയാനുള്ള ഒരു ആർജവം അവർ കാണിക്കണം. ഞാനൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകനായിരിക്കുമ്പോൾ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. NSS, SNDP പോലെയുള്ള സാമുദായിക സംഘടനകളിൽ ഒരു കാരണവശാലും അംഗങ്ങളാവരുത്. അങ്ങനെ അംഗങ്ങളാകുന്ന ആളുകൾക്ക് യൂത്ത് കോൺഗ്രസിൽ അംഗത്വം തരുകയില്ല, കൊടുക്കുകയില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം അന്നത്തെ യൂത്ത് കോൺഗ്രസിനും KSUവിനും പിന്നീട് കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തോ ചില മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം കണ്ട് ഞങ്ങൾക്ക് ഇതുവഴി പോയാൽ 4 സീറ്റ് കിട്ടും എന്നുള്ളൊരു ധാരണയിൽ അവർ പ്രവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ, മതേതരത്വം കൈവിട്ട് ഒരു മതവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമാകാൻ ആഗ്രഹവും വ്യഗ്രതയും കാണിച്ചാൽ കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ വളരെ തുലോം ശുഷ്കമായിരിക്കും എന്ന് വോട്ടിൻ്റെ രാഷ്ട്രീയത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദൈവികമായ ചിന്തയെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണമെങ്കിലും അവിടെ പോകേണ്ടതാണ്. തിരക്കൊഴിഞ്ഞാൽ പോകാൻ പറ്റുന്നൊരു സന്ദർഭമുണ്ടെങ്കിൽ പോകാൻ പോലും എന്നെ പോലെയുള്ള ആളുകളൊക്കെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഒരു ദൈവവിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അതിന് രാഷ്ട്രീയ ബന്ധനങ്ങളാകാൻ പാടില്ല എന്ന വിശ്വാസം എനിക്ക് വ്യക്തിപരമായി ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ക്ഷേത്ര ദർശനവും ക്ഷേത്രാരാധനയും രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമായി നിന്നിട്ട് ബന്ധനങ്ങളാകാതിരിക്കാനുള്ള കാത്തുസൂക്ഷിപ്പ് ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷെ കോൺഗ്രസിനത് കഴിയില്ല. അവരുടെ നേട്ടം, അവരുടെ നോട്ടം പാർലമെന്റ് സീറ്റാണ്, പാർലമെന്റിലേക്കുള്ള വോട്ടാണ്. ആ വോട്ടിന് വേണ്ടിയുള്ള പരസ്പരം പറച്ചലുകളാണിപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും കാണുന്നത്. ഒരു തീരുമാനവും എടുക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമില്ല. അഥവാ തീരുമാനമെടുത്താൽ അത് പൂർണ്ണമായും പരാജയപ്പെട്ടു പോകുന്നൊരു തീരുമാനമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വക്കീലിൻ്റെ വാദത്തെ എങ്ങനെ കാണുന്നു? അല്ല, ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ
ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകളാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ സുരേഷ് ബാബു സൂചിപ്പിച്ചു, ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തെ സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നതും അതുമായി ആദ്യം തുറന്നു കൊടുക്കുന്നതും ഈ പശ്ചാത്തലമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പം ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട കേസും അതുപോലെ തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും എല്ലാവരുടെയും വാദവും കേട്ട് സുപ്രീം കോടതി ഒരു അമിക്കബിളായിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി. ആ സൊല്യൂഷൻ ഉണ്ടായതിനു ശേഷം പണി നടന്ന് ഇപ്പോൾ പൂജയുടെയും അതുപോലെ തന്നെ പ്രതിഷ്ഠയുടെയും സാഹചര്യം എത്തി നിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യം എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ട്രസ്റ്റ് എല്ലാവരെയും വ്യക്തിപരമായി ക്ഷണിച്ചിട്ടുണ്ടാവാം, ശരിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്ക് ആയിരിക്കില്ല ഒരുപക്ഷെ കത്ത് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ രാജ്യത്തിൽ ഒരു വലിയ സംഭവം, ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ ട്രസ്റ്റ് തീരുമാനിക്കുകയാണ്. ആ ട്രസ്റ്റ് തീരുമാനിക്കുന്നു, ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കണം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിളിക്കണം, രാജ്യത്തിലെ സിനിമാ താരങ്ങളെ വിളിക്കണം, സാമുദായിക നേതാക്കന്മാരെ വിളിക്കണം. ഇത് രാഷ്ട്രത്തിലെ 140 കോടി ജനങ്ങളുടെയും പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ സംഭവമായി മാറണം. ഇതിന്റെ ട്രസ്റ്റ് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ തീരുമാനമല്ല, ഇതിന്റെ ട്രസ്റ്റാണ് ആ തീരുമാനമെടുക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോരുത്തരെയും വിളിക്കുന്നത്. ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അവർക്ക് പോകാനുള്ളതും പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? അപ്പൊ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ കോൺഗ്രസിനെ ശശി തരൂർ എന്ന് പറയുന്നു, സുധാകരൻ മറ്റൊന്ന് പറയുന്നു, ഖർഗെ വേറെന്ന് പറയുന്നു. എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും അതുപോലെ തന്നെ ഇതുമായി ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരും ചെയ്യുന്നത്. നിങ്ങളൊരു നിലപാട് പറയണേ, ഞങ്ങൾ അതിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, പാർട്ടി എന്ന രീതിയിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്, വ്യക്തിപരമായ ആൾക്കാർക്ക് പങ്കെടുക്കും. നിങ്ങളൊരു നിലപാട് പറയട്ടെ. അതും പറയുന്നില്ല. അപ്പൊ നിലപാട് പറയുന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹം സൂചിപ്പ രാഷ്ട്രീയമാണ് ഇതിന്റെ പുറകിലുള്ളത്. സീറ്റ് കിട്ടണം, മുസ്ലിം വോട്ടുകൾ കിട്ടണം. ഈ പരിപാടിയിൽ പിന്തുണച്ചുകൊണ്ട് അതിൽ പങ്കെടുത്താൽ ഇവരെന്താ ഭയപ്പെടുന്നത്? കേരളം പോലെ സംസ്ഥാനങ്ങളിലെ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം അടക്കമുള്ളവർ ഇതിന് പിന്തുണയാണ്. ഈ സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് രാജ്യത്ത് ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള രക്തച്ചൊരിച്ചിലുകളും ഉണ്ടായില്ലോ. അപ്പൊ എല്ലാവർക്കും ബോധ്യമായി രാജ്യത്തിന്റെ പരമോന്നതമായ നീതിപീഠം ഇഴകീറി പരിശോധിച്ച് എടുത്തൊരു തീരുമാനം ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർന്ന തീരുമാനമാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിലെ നന്മ നിറഞ്ഞവർക്കടക്കമുള്ള എല്ലാവർക്കും ആ ബോധ്യമുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തീരുമാനം. അത്തരമൊരു സാഹചര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഞങ്ങൾ പങ്കെടുക്കാം ഒന്നുമില്ലേ അവർക്ക് പറയാം, ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പങ്കെടുക്കില്ല, അത് പറയട്ടെ. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഭക്തന്മാരായിട്ട് ആൾക്കാർക്ക് പങ്കെടുക്കും. ഇതൊന്നും പറയുന്നില്ല. ഇതൊരു അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യം ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപാട് കാലം 10-60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നൊരു നിലപാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ വ്യക്തിപരമായ നിലപാട് പറയട്ടെ, രാഹുൽ ഗാന്ധി നിലപാട് പറയട്ടെ, ഞാനതിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ ഖാർഗെ പറയട്ടെ, ഞാനതിൽ പങ്കെടുക്കും. വിശ്വാസത്തിന്റെയും അവിശ്വാസം നേരത്തെ പറഞ്ഞല്ലോ, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള അതീശികളായിട്ട് ആൾക്കാർക്ക് ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ പറയാം. പക്ഷെ ഇവിടെ വിഷയം അത് മാത്രമല്ലല്ലോ. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സോമനാഥ ക്ഷേത്രം വിദേശികളെ തകർത്ത് തരിപ്പണമാക്കി. മുഹമ്മദ് ഗോറിയും ഗസ്നിയും ഒക്കെ ആ ക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ആ ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള തീരുമാനമെടുത്ത ഗവൺമെന്റ് ആയിരുന്നു, കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അത്തരമൊരു തീരുമാനമെടുത്ത കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അന്ന് സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി നിലപാടെടുത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രം പുനരുദ്ധരിച്ച പാർട്ടി എന്ന രീതിയിൽ ആ പാർട്ടി പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ എന്താണ് ആ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്? എന്താ അതുപോലെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത്? ഈ ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ ഈ തീരുമാനമെടുത്ത്. സുപ്രീം കോടതിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ സോമനാഥ ക്ഷേത്രത്തിന് നിർമ്മാണം രൂപീകരിച്ച് ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഗവൺമെന്റ് അല്ല, സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന ഒരു സ്വതന്ത്രമായ ട്രസ്റ്റ്. അവർ സുപ്രീം കോടതി പറഞ്ഞു ഇന്ന ആൾക്കാരെ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രസ്റ്റാണ് നിർമ്മാണം നടത്തുന്നത്. അതിലെന്ത് രാഷ്ട്രീയം ഉള്ളത്? ആ ട്രസ്റ്റ് വിളിക്കുമ്പോൾ പോയാൽ എന്താ തകരാറുള്ളത്? അതുകൊണ്ടാണ് പലരും പോകുന്നത്. CPM അവരെ നിലപാട് പറയാം, ഒരു പക്ഷേ അവർക്ക് പക്ഷെ കോൺഗ്രസിനെ പോലുള്ള മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പലരും പങ്കെടുക്കുന്നല്ലോ. ഞങ്ങൾ പങ്കെടുക്കുമെന്ന് നട്ടലോട് പറയാൻ എന്താ കഴിയാത്തത്? അവിടെയാണ് ഈ കോൺഗ്രസിന്റെ പതിറ്റാണ്ടുകളായുള്ള കോൺഗ്രസ് അസ്തമിച്ചു കഴിഞ്ഞു. ഇന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ കീഴിൽ അടയിരിക്കുന്ന ഒരു പക്ഷിയായി മാറിയോ? എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതും അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യം
ഇത്തരം നിലപാടില്ലായ്മ കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിലധികമായി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു പ്രതിപക്ഷം എന്നുള്ള സ്ഥാനം പോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 456 സീറ്റ് നേടി രാജ്യം ഭരിച്ച പ്രസ്ഥാനമല്ലേ? ആ പ്രസ്ഥാനത്തിന് 44 സീറ്റ് മാത്രമാണുള്ളത്, പ്രതിപക്ഷം പോലുമില്ല. അപ്പൊ അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടൊരു നിലപാടില്ലാത്ത സാഹചര്യം. ഇനി എങ്ങനെയാ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുക? കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ തകർന്ന തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. വലിയ പ്രതീക്ഷയോടെ ഛത്തീസ്ഗഡ് വിജയിക്കുമെന്ന് പറഞ്ഞു, മധ്യപ്രദേശിൽ വിജയിക്കുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഈ വിഷയം അവർ ഉയർത്തിപ്പിടിച്ചല്ലോ. ഞങ്ങളാണ് ഇതിന്റെ പിതൃത്വം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും അവർ പ്രസംഗിച്ചല്ലോ. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനമുള്ള നിലപാടുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നിലപാട് പറയും, നിങ്ങൾ വ്യക്തികളോട് നിങ്ങൾ അഭിപ്രായം പറയും. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, വേണ്ടെങ്കിൽ പോണ്ട, അത് നിങ്ങളുടെ വിഷയമാണ്. എന്തെങ്കിലും പറയാനുള്ള ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ ഒരു ധൈര്യം അവർ കാണിക്കണ്ടേ? അത് കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നു, ഈ കോൺഗ്രസിന് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വിഴുങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വന്ന് മത്സരിക്കണം, ജയിക്കണം. അത്തരത്തിലുള്ള സാഹചര്യം കൊണ്ട് അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ട കോൺഗ്രസ്, ഒരു പഴയകാല പ്രതാപം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഒരു നിഴൽ മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു നേതൃത്വം, തീരുമാനം പറയാൻ ഒരു നേതൃത്വമില്ല, ഒരു ഉറച്ച നിലപാടെടുക്കാൻ നേതൃത്വമില്ലാത്ത രീതിയിൽ കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ലേ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഉള്ള നിലപാട് എന്ന് പറയാൻ സാധിക്കുന്നത്. യെസ്, കർഷകരെ വെടിവെച്ചു വന്ന മുലായം സിംഗിൻ്റെ പാർട്ടിക്കാർ പോലും പറഞ്ഞു ക്ഷണം കിട്ടിയാൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന്. പക്ഷേ കോൺഗ്രസ്സിന് ഈ നിമിഷം വരെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കും ഈ കാലതാമസം എന്ന് നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി നുസ്രത്ത് ജഹാൻ, നേരത്തെ ജയേന്ദ്രൻ മാസ്റ്റർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയോ? അതുകൊണ്ടാണ് ലീഗിനെ പിടിച്ചാണോ ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്നൊന്നും എടുക്കാൻ സാധിക്കാത്തത് കോൺഗ്രസിന്? മുസ്ലിം ലീഗിന് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കും? കോൺഗ്രസിന് അതൊരു പേടിയല്ല, അതൊരു പ്രശ്നം തന്നെയല്ലേ? അതേപോലെ സോണിയാഗാന്ധി വരുന്നതാണ് എന്നൊക്കെയുള്ള ഇവിടുത്തെ ന്യൂസ്. സോണിയാഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ സോണിയാഗാന്ധി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി അവരുടെ തീരുമാനങ്ങളൊന്നും ഇല്ലാതെ നരേന്ദ്രമോദിക്കൊപ്പം കൈപിടിച്ച് ഈ ഒരു രാഷ്ട്രത്തിന്റെ ഐക്യവും സ്നേഹവും സാഹോദര്യമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കൈ കൊടുക്കാൻ സോണിയാഗാന്ധിക്ക് സാധിക്കുമോ? അതുമില്ല. അപ്പോ ഇവിടെ പാകമുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിൽ പ്രശ്നമാവും. കാരണം ഈ കോൺഗ്രസിന്റെ കാലത്ത് തന്നെയല്ല ഈ സഖ്യം ഈ ബാബരി മസ്ജിദ് പൊളിച്ചത്. എന്നും ഇന്നലെ ഉണ്ടായതോ നരേന്ദ്രമോദി ഉണ്ടാക്കിയതോ പൊളിച്ചതോ എന്നല്ലല്ലോ. കോൺഗ്രസ് സമ്മതം കൊടുത്ത് അതിനു വേണ്ടിയിട്ട് വന്ന് ഈ ഒരു ബാബരി മസ്ജിദ് പൊളിച്ച് അത് ഒരു കോടതിയുടെ തീരുമാനമായിരുന്നില്ല, സുപ്രീം കോടതി ഓഫ് ഇന്ത്യയുടെ തീരുമാനത്തിന് രാജ്യം ഒന്നിച്ചു നിൽക്കുകയല്ലേ വേണ്ട, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. അപ്പൊ കോൺഗ്രസിന് അത് നഷ്ടം. കോൺഗ്രസ് ഇപ്പൊ സോണിയാഗാന്ധി അതിന് വന്നാൽ പോലും അതിന്റെ കൂടെ ആര് വരും? KC വേണുഗോപാൽ ഉണ്ടാവും. മലയാളത്തിലുള്ളവരൊപ്പം തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഈ ഒരു ബാബരി രാമജന്മ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയില് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇതിന്റെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോൺഗ്രസ് കാലത്ത് പൊളിച്ച ഈ ഒരു ബാബരി മസ്ജിദിനെ ചൊല്ലി ഇപ്പൊ മുസ്ലിം ലീഗിനും ഈ കോൺഗ്രസിനും ഒക്കെ എന്താ ഇത്ര വലിയൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്ത ഓരോ ചോദ്യം. ഓരോ മുസ്ലിമും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനും ഇവിടെ ബാബരി മസ്ജിദ്? അപ്പം ബാബരി മസ്ജിദിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിമിനെ ഒരു പറഞ്ഞു കൊടുക്കാത്ത ബാബരി മസ്ജിദ് ഇവിടെ ഉണ്ടായത് എങ്ങനെയാ? അവിടെ രാമന്റെ ക്ഷേത്രം പറയുമ്പോൾ രാമജന്മഭൂമി എന്ന് പറയുന്നത് ഇന്ത്യന്റെ സംസ്കാരത്തിന്, ഭാരതത്തിന്റെ സംസ്കാരത്തിന് എന്നും ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ ഉറവിടമായ രാമന്റെ ഗാന്ധിജി സ്വപ്നം കണ്ട പോലെ
രാമരാജ്യം തന്നെയാണ് മോദിജിയും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദിജിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രിക്ക് അത് നടപ്പിലാക്കാൻ പറ്റി. ഇത്രയും 58 നൂറോളം കൊല്ലങ്ങളായിട്ട് നടക്കുന്ന ഒരു കോൺട്രവേഴ്സി സുപ്രീം കോടതിയിൽ അത് നടപ്പിലാക്കാൻ പറ്റി എന്നുള്ള പ്രവർത്തിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? മോദിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ഓരോ ഇന്ത്യക്കാരും, ഭാരതത്തിന്റെ ഓരോ പൗരന്റെയും പിന്നെ അഭിമാനമാണ് രാമക്ഷേത്രം ഭൂമി. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും. കാരണം എല്ലാ ഇന്ത്യയിൽ ജനിച്ച, ഭാരതത്തിൽ ജനിച്ച ഓരോരുത്തരും ഹിന്ദുസ്ഥാനി എന്നാണ് ലോകം അറിയപ്പെടുന്നത്. ആ ഹിന്ദുസ്ഥാനിയുടെ കൾച്ചർ നിലനിർത്തുന്ന, രാമക്ഷേത്രം നിലനിർത്താൻ നരേന്ദ്രമോദിക്ക് ആയെങ്കിൽ അത് നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ പ്രധാനമന്ത്രി അത് നമുക്ക് ചെയ്തു. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോട്ട് ഇപ്പോൾ മനസ്സിലാക്കണം, ഇപ്പോഴും അതിന് അടി കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? മക്ക മദീന. അതാണ് മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ എവിടെ നിന്നും പടിഞ്ഞാറ് നോക്കി നിസ്കരിച്ചാൽ മതി. അതാണ് മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്നത്. അവിടെ സമാധാനം എവിടെയും പോയിട്ടില്ല. ഇവിടെ വന്ന് ബാബറി പൊളിച്ച പള്ളിയുടെ ഇത്ര 858 തുടങ്ങിയ പ്രശ്നമാണ്. 1858 അന്ന് തൊട്ടിട്ട് 5 ലക്ഷം ഭാരതീയര് അവിടെ കലാപത്തിൽ മരിച്ചു എന്നാ പറയുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല അവിടെ പ്രശ്നം ഉണ്ടായതോ ഒരു കർസേവ നടത്തിയത് കൊണ്ടൊന്നുമല്ല. അപ്പൊ ഈ ഒരു ബാബർ ഉണ്ടാക്കിയ ഒരു പ്രശ്നം തീർത്ത് ഇന്ന് സുന്നി വഖഫ് ബോർഡിനും ഒരു പ്രശ്നമില്ലാന്ന് കോടതിയിൽ വന്ന് ഉണ്ടാക്കിയ ഈ ഒരു ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ രാമന്റെ ക്ഷേത്രം തന്നെ വരണോ? കാരണം അതിന്റെ കല്ലുകള് നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു. കാരണം ഇത് ഇവിടെ പറയാന്ന് പറയുന്നത് ഇപ്പോഴും പറയണത് മുസ്ലിമിന്റെ ഐഡന്റിറ്റി പോക്കി. മുസ്ലിമിന്റെ ഐഡന്റിറ്റി ഒരിക്കലും ആരും പോക്കിയിട്ടില്ല. കോൺഗ്രസ് അതിന് അനുമതി കൊടുത്തു. 5 മിനിറ്റ് നേരം നരസിംഹറാവു അന്ന് ഫോൺ എടുത്തില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടെന്നാണ്. ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ഒരു സൈലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അന്ന് ബാബരി മസ്ജിദ് പൊളിഞ്ഞതും. ആ ബാബരി മസ്ജിദ് എന്തായാലും ഇവിടുത്തെ ഭാരതത്തിന്റെ അഭിമാനമായോണ്ട് അത് നിലനിർത്തേണ്ട ഓരോ ഭാരതീയന്റെ അവകാശമാണെന്നുള്ളത് സുന്നി വഖഫ് ബോർഡ് സമ്മതിച്ചോണ്ടല്ല ഇന്ന് ഇന്ത്യയില് അത് വന്നിരിക്കുന്ന ഭാരതത്തില്. അപ്പൊ ആ ഭാരതത്തിന്റെ അഭിമാനത്തിന് കൂടെ നിൽക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇന്ന് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് കോൺഗ്രസ് ഇന്ന് വോട്ട് രാഷ്ട്രീയം നോക്കുക. എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഹിന്ദുവിന്റെ രാഹുൽ ഗാന്ധി കണ്ടില്ലേ, പ്രിയങ്ക ഗാന്ധി കണ്ടില്ലേ, ഓരോ അമ്പലത്തിൽ പോയി പൊട്ട് തൊട്ട് പ്രാർത്ഥിച്ച് മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയും പൊട്ടുകുത്തലൊക്കെ നമുക്ക് മനസ്സിലാവും. ഏതൊരു മലയാളി ഇന്ത്യക്കാരന്റെ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അപ്പൊ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിന് പോയി അവിടെ പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ കേരളത്തില് അത് സാധിക്കില്ല. അപ്പൊ ഇവര് കോൺഗ്രസിന് കേരളത്തിൽ ഒരു രജിസ്ട്രേഷനും നാഷണൽ ലെവലില് APCC AICC രണ്ടാണെന്ന് തന്നെ ഇവര് ജനങ്ങളോട് പറയേണ്ട ഒരവസ്ഥ. അത്രയും ആഭാസ്യമായി തീരുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനം ഇപ്പോൾ മനുഷ്യരുടെ മനസ്സിൽ നിന്നാണ് നമ്മളിപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്കൊന്നും പറയാനില്ല ഇതിനൊന്നും, എല്ലാത്തിനും പറയണേ. ഇപ്പൊ ആകെ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ മിണ്ടാണ്ട് കേരളത്തിലുള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് മിണ്ടാണ്ട് ഇരിക്കണം എന്നുള്ളത് മാത്രമാണ് അതിനെ നടക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഈ സമസ്ത അവരുടെ മുഖപത്രമായ സുപ്രഭാതം അതിൽ ഒരു എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി. താങ്കളത് ശ്രദ്ധിച്ചു കാണും. അതിൽ ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയണം, വെല്ലുവിളിയല്ല, ഭീഷണിപ്പെടുത്തിയത് പോലെയാണ് അവർ എഡിറ്റോറിയൽ എഴുതിയത്. ഒരുപക്ഷെ ഈ ഘടകങ്ങൾ ഒക്കെ കോൺഗ്രസിനെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിൽ നിന്നും അവരെ ഇപ്പോഴും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആയിരിക്കില്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞ പോലെ അദ്ദേഹം ഒരുപക്ഷെ വയനാട്ടിൽ വീണ്ടും മത്സരിച്ചേക്കും. വയനാട്ടിൽ ജയിക്കണമെങ്കിൽ ആ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകളുടെ ആ സ്വാധീനം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വോട്ട് ബാങ്കിനെ അതിനൊരു കാരണവശാലും ഉലച്ചിൽ തട്ടരുത് എന്ന തീവ്രമായ ആഗ്രഹം കോൺഗ്രസിനുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ തീരുമാനം എടുക്കുന്നതിൽ നിന്നും അവർക്ക് പലതവണ ആലോചിക്കേണ്ടി വരുന്നത്, അല്ലെ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റാതിരിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉണ്ണികൃഷ്ണ മാസ്റ്റർ പറഞ്ഞതുപോലെ
ലീഗാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത്. അങ്ങനെ ഒരു 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 വാദം നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതല്ലേ? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വാദം ദിനപത്രത്തിലെ എഡിറ്റോറിയൽ കാണാനിടയായി. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഭീഷണി തന്നെയാണ്. അതല്ലാതെ ഒരു ഉപദേശമോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശകമോ ആയിട്ടൊന്നും അതിനെ കാണാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ടുന്ന ഒരു തീരുമാനത്തെക്കുറിച്ച് ഞങ്ങളുടെ വികാരം ഇതാണ്, അതിനനുസരിച്ച് കോൺഗ്രസ് ഉയർന്ന് പ്രവർത്തിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് തുടങ്ങിയ വാചകങ്ങളാണ് ഞാൻ സ്വാഭാവികമായും അത്തരം ഒരു എഡിറ്റോറിയലിൽ പ്രതീക്ഷിക്കുന്നതും അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അല്ലാതെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങളൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ബോധ്യം വരാവുന്ന രൂപത്തിൽ തന്നെയുള്ള വാക്കുകളും വാചകങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ ഇതിനകത്തുണ്ടായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി, എനിക്ക് കോൺഗ്രസിൻ്റെ ഉപശാലാവൃത്തങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ രാഹുൽ ഗാന്ധി ഇനി ഇങ്ങ് കേരളത്തിലേക്ക് ഈ വയനാട്ടിലേക്ക് ഇല്ല, മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും അദ്ദേഹം മത്സരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ തീരുമാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ചില തീരുമാനങ്ങളാണ്, അത് പ്രവചിക്കാൻ നിവൃത്തിയില്ലാത്ത ചില തീരുമാനങ്ങളുമാണ്. 2-3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ പാർട്ടിയിലുള്ള കാലത്തുള്ള അറിവ് വെച്ച് അവരെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനങ്ങളും അവർ തന്നെയാണ് രാഷ്ട്രീയമായി എടുക്കാറുള്ളത്. മറ്റൊരു പാർട്ടികളിലും അങ്ങനെയല്ല, പാർട്ടി തീരുമാനമെടുക്കുകയും അവരത് അനുസരിക്കുകയും ചെയ്യുന്ന സമീപനമാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറേയധികം നേതാക്കന്മാർ, കുറച്ച് ഒരു എണ്ണാവുന്ന നേതാക്കന്മാർ അവരെ സംബന്ധിക്കുന്ന തീരുമാനങ്ങളൊക്കെ അവർ തന്നെ എടുക്കും. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ്, ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്, അഖിലേന്ത്യാ സാന്നിധ്യമുള്ള പാർട്ടിയാണ്. ഈ പറയുന്ന ഛത്തീസ്ഗഡ് ആയാലും അതല്ലെങ്കിൽ മധ്യപ്രദേശ് ആയാലും രാജസ്ഥാനിലായാലും സീറ്റുകളുടെ എണ്ണം കൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും വോട്ടിങ്ങിൻ്റെ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ 30 മേലിലൊക്കെ വോട്ടുകൾ പെർസെൻറ്റേജ് നിൽക്കുന്നുണ്ട്. ജനങ്ങൾ കൂടെ ഉണ്ട്. അതിനെ പ്രോപ്പറായി കൊണ്ടുപോകാൻ കഴിയാത്ത ഈ നേതൃത്വത്തിൻ്റെ ഒരു വകതിരിവുകയില്ലായ്മ കൊണ്ടുള്ളാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയണ്ടേ? എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് അതിനകത്തുള്ള ഈ വോട്ടുകളെ എങ്ങനെ ചാനലൈസ് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടില്ല. ഇപ്പം തന്നെ എടുക്കുന്നൊരു തീരുമാനം അതല്ലേ. ഇപ്പോഴെന്താണ് പ്രശ്നം? ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ കർമ്മത്തിലേക്കുള്ള ക്ഷണത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം, ഒരു തീരുമാനപ്രകാരം അവർക്ക് പറയാൻ കഴിയേണ്ടമായിരുന്നു. അത് പറയുന്നില്ല. അത് പറയാൻ കഴിയാത്തതിൻ്റെ പിൻബലം ഏതൊരാളും, സത്യം ഒരു പക്ഷേ അതായിരിക്കില്ലെങ്കിൽ പോലും, തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വോട്ടുകൾ നഷ്ടപ്പെടുന്നോ കിട്ടുന്നോ എന്നതിനെ ആശ്രയിച്ചാണ് ഈ മൗനം അല്ലെങ്കിൽ ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ എന്ന് പറയാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ അവസരം കൊടുക്കുന്നതാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അതല്ലെങ്കിൽ ഇവരാരും അഭിപ്രായം പറയേണ്ടുന്ന ഒരു കാര്യമില്ല. ഞങ്ങൾ അവരോട് ചോദിച്ചാൽ ശ്രീ മുരളീധരൻ എന്ന് പറഞ്ഞു, ശശി തരൂർ എന്ന് പറഞ്ഞു, സുധാകരൻ എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇതൊരു അഖിലേന്ത്യാ പ്രശ്നമാണ്, കേരളത്തെ ഒരിക്കൽ ഒന്നുകൊണ്ടും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, അതുകൊണ്ട് അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് പോലും ഒരു സ്കോപ്പില്ല. പക്ഷെ അവനവൻ ആളാവാൻ ഓരോരുത്തരും ഞാനാണ് ഇതിൻ്റെ ആള് എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി ഓരോ അഭിപ്രായങ്ങളെ അങ്ങ് തട്ടിവിടുകയാണ്. അത് ഈ കോൺഗ്രസിൻ്റെ ഒരു ദൗർബല്യമാണ്, ദുർബലതയാണ്. അതിനെ നിയന്ത്രിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഘടകകക്ഷികളിൽ പ്രധാനമായിട്ടുള്ള മുസ്ലിം ലീഗാണ്. അവരുടെ അഭിപ്രായത്തെ കൂടി മാനിക്കേണ്ടി വരും. പക്ഷേ ഇത് കേരളത്തെ ബാധിക്കുന്നൊരു വിഷയമേ അല്ലല്ലോ. ഇത് കേരളത്തിലും മറ്റിടങ്ങളിലും ഒക്കെയുള്ള സമുദായത്തെ ബാധിക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിന്റെ സാമൂഹ്യ ആഭ്യന്തര പ്രശ്നങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് കേരളത്തെ ബാധിക്കില്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാൻ പറ്റുമോ അഡ്വക്കേറ്റ് സുരേഷ് ബാബു? കാരണം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് താമസിയാതെ വരുന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വലിയൊരു വിഷയമായി ഈ കോൺഗ്രസിനെ എതിർക്കുന്നവർ ഇത് തന്നെയല്ലേ ഉയർത്തി കാട്ടുക. കാരണം
ഈ പള്ളി തകർത്തു, അവിടെ പിന്നെ ക്ഷേത്രം പണിതു, അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തു. അത് വലിയൊരു മുദ്രാവാക്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇവരെ അടിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റില്ലേ? അല്ല, ഈ ക്ഷേത്രം പണിതതിന് നിയമപരമായ സാങ്കത്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനും അത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള ട്രസ്റ്റും കാര്യങ്ങളുമാണ്. അത്രയൊന്നും നിയമപരമായ അടിസ്ഥാനമില്ലാത്ത തകർക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി കോൺഗ്രസ് അല്ലേ? അതെ, അത് ആലോചിച്ചുകൂടായിരുന്നോ? അത് 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 അവർക്ക് ആലോചിച്ചിട്ടേ. അന്ന് നേരത്തെ പറഞ്ഞ പോലെ അന്ന് പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ ആളല്ലേ? അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇവർക്ക് കഴിയാവുന്നോളം എന്ത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദമാണ് അവരെ നയിച്ചത് എന്ന് കോൺഗ്രസ് അന്ന് ആലോചിക്കേണ്ടതായിരുന്നു. പാർട്ടിക്കകത്ത് ഞാൻ അതിന്റെ വ്യക്തമായ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുകയും അല്ല, അന്നത്തെ സാഹചര്യമേ അല്ല, അന്നത്തെ സാഹചര്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് ഒരു ഖണ്ഡിതമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അവർ BJPക്ക് വോട്ട് കിട്ടുന്നത് ഇല്ലാതാക്കാൻ ഉള്ള ഒരു പരിശ്രമമാണ്. അത് ഇന്ന് വരെ എടുത്ത നിലപാടുകൾ പാളിപ്പോയിട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ വസ്തുത. യഥാർത്ഥത്തിൽ ഒരു നിലപാടെടുക്കുക, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക, ആ നിലപാട് മതേതരത്വമാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുക, മതേതരത്വം വിശ്വസിക്കുന്ന ആളുകളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുക എന്നുള്ളതല്ലാതെ BJP എടുക്കുന്ന അതേ നിലപാടെടുത്ത് അതിൽ നിന്നൊരു ഷെയർ ഇങ്ങോട്ടേക്ക് എടുത്തു കളയാം എന്ന് വന്നാൽ അത് പരാജയത്തിന്റെ പടുകുഴിയിൽ കോൺഗ്രസിനെ കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അനിൽ നമ്പ്യാർ അവർക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. അതാണ് അതിന്റെ ദോഷം. ഒരു നിലപാടാണ് അവർക്ക് വേണ്ടത്. ആ പാർട്ടിക്ക് വേണ്ടിയിരുന്നത് ഒരു കൃത്യമായ നിലപാടാണ്. ആ നിലപാടില്ല. ആ നിലപാടില്ലായ്മ ഇന്ന് ചർച്ചയ്ക്ക് തന്നെ കാരണമാകുന്നത്. നിലപാടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ചർച്ചയ്ക്ക് സ്കോപ്പില്ല. അത് മനസ്സിലാക്കണ്ടേ കോൺഗ്രസ് പാർട്ടി? മറ്റത് ഇപ്പോൾ ഒരാൾ പറയാ വ്യക്തികളുടെ വ്യക്തികൾക്കുള്ള ക്ഷണമാണ്, അവർ തീരുമാനിക്കട്ടെ. മറ്റത് ഞങ്ങൾക്കിത് പാടില്ല എന്ന് പറയാ. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, അവർ പോകുന്നതിന് എന്താ തെറ്റ് എന്ന് ചോദിക്കുന്ന ആളുകൾ വേറെയും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഉള്ള ഒരു നിലപാടില്ലായ്മയാണ് പാർട്ടിയെ ഇന്ന് നയിക്കുന്നത്. ഓരോ തലത്തിലും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് നല്ല ബുദ്ധി തോന്നണമേ എന്ന് ഉള്ളത് ഒരു വിചാരം രാമക്ഷേത്രത്തിലെ ഒരു ദർശനത്തോടു കൂടിയെങ്കിലും അവർക്കുണ്ടാകട്ടെ എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. വേറെ ഒരു തരത്തിലും കോൺഗ്രസ് പാർട്ടിയെ അഖിലേന്ത്യാ തലത്തിൽ നന്നാക്കിയെടുക്കാൻ കഴിയുന്നില്ല, കാണുന്നില്ല എന്നതാണ് ഇന്നത്തെ ദുര്യോഗം. അല്ല വകീൽ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കോൺഗ്രസും അതുപോലെ ഇടത് പാർട്ടികളും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ സെക്കുലറിസം, മതേതരത്വം. ഈ സെക്കുലർ ക്രെഡൻഷ്യൽസ് വെച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക്? ഈ രാഷ്ട്രീയമായിട്ടുള്ള കേൾക്കാമോ? അല്ല, ഇതിനെ ഈ സെക്കുലറിസം എന്ന് പറയുന്നത് അതിപ്പോൾ കപടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ, പൗരന്മാർ. അപ്പോൾ ഇത്തരത്തിൽ കാപട്യം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? അഡ്വക്കേറ്റ് സുരേഷ് ബാബു. അദ്ദേഹത്തിൻ്റെ കോൾ കട്ടായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.